ജനമോഹൻ ടി വിയുടെ പ്രേക്ഷകർക്ക് നമ്മളിന്ന് പുതിയൊരു അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത്. കാഞ്ഞിരപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡൻറ്റും എരുമേലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷററും അതുപോലെ പ്രമുഖ വ്യാപാരിയും ചാലക്കുഴി കുടുംബ അംഗവുമായ CP മാത്തൻ അവറുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈവശം വളരെ പഴക്കം ചെന്ന വളരെയധികം നാണയങ്ങളും നോട്ടുകളും പിന്നെ മറ്റു പലതരത്തിലുള്ള കളക്ഷനുകളുമാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ എല്ലാ കളക്ഷനും അതിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഉള്ളത്, ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. അതായത് ലോകം ആരംഭിച്ച കാലം മുതലേ കളക്ഷനുകളുള്ളതാണ്. അതായത് ശേഖരങ്ങൾ, അതായത് പഴമയിൽ നിന്നുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും ആൾക്കാർ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഈ സൂക്ഷിച്ചു വെക്കുന്നതിന് സാധാരണ ജനങ്ങൾ ഒരു മാക്സിമം 2 വർഷമൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ക്രേസിൽ നിന്ന് മാറുകയും അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത്. ഈ ഏറ്റവും സൂക്ഷിച്ച് വെക്കാൻ എളുപ്പമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നാണയമാണ്. ലോകം ആരംഭിച്ച കാലം മുതൽ, അതായത് നാണയങ്ങളുടെ ലോകം തുടങ്ങിയത് മുതൽ ഇന്ന് വരേക്കും കോടിക്കണക്കിന് നാണയങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഇറക്കിയിട്ടുണ്ട്. കാരണം വിവിധ രാജവംശങ്ങളായിട്ടും വിവിധ രാജ്യങ്ങളായിട്ടും വിവിധ രാജാക്കന്മാരായിട്ടും ഓരോ രാജ്യവും പിടിച്ചെടുക്കുമ്പോൾ ആ രാജാവ് അതിൻ്റെ ഒരു കോയിൻ ഇറക്കുകയാണ്. അപ്പം അതൊക്കെ മൊത്തം കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. തന്നെയല്ല, ഈ നാണയം തന്നെ ആരംഭിക്കുന്നത് ഈ കല്ല് ചീകിയ, അതായത് കല്ലിൻ്റെ ഒരു കഷ്ണം കൊടുത്തിട്ടായിരുന്നു ആദ്യത്തെ നാണയം. ആദ്യം ബാർട്ടർ സിസ്റ്റമായിരുന്നു. അതിനുശേഷം കല്ലിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ പവിഴങ്ങളും മുത്തുകളും കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ലിപി പ്രചാരത്തിൽ വന്നപ്പോഴാണ് ഈ വിധത്തിൽ നമ്മൾ ഒരു ലോഹം കണ്ടുപിടിച്ചപ്പോൾ മുതൽ ഈ ലോഹത്തിൻ്റെ മണ്ടയിൽ ഒരു എന്തെങ്കിലും ചുറ്റിക കൊണ്ട് അടിച്ച് അതല്ലെങ്കിൽ അതാണ് കമ്മട്ടത്തിൻ്റെ, അതല്ലെങ്കിൽ നാണയം ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് ഒരു മാർക്ക്, ഒരു പഞ്ച് മാർക്ക് കോയിൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു പഞ്ച് മാർക്ക്, ഒരു ലോഹത്തിൻ്റെ വട്ടത്തിലുള്ള അല്ലെങ്കിൽ ചതുരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഷേപ്പും ഇല്ലാത്ത നാണയത്തിൽ ഒരു മാർക്കുള്ളതാണ് ആദ്യത്തെ ഒരു നാണയം എന്ന് പറയുന്നത്. അതിൻ്റെ മൂല്യങ്ങൾ പല രീതിയിലും പല രൂപത്തിലുമായിരുന്നു. നമുക്കിന്നും അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ നാണയങ്ങളും വിസ്മൃതിയിലേക്ക് പോവുകയും ചിലപ്പം ഈ ലോഹമായതുകൊണ്ട് അത് കാലത്തെ അതിജീവിക്കും. ഇപ്പോൾ കോപ്പർ എന്നുള്ള നാണയം, കോപ്പർ എന്നുള്ള ലോഹം ഒരിക്കലും വളരെ സേഫായിട്ടിരുന്നാൽ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഇത് ശേഖരിച്ച് വെക്കാൻ സാധിക്കും. പക്ഷേ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകും. ഇരുമ്പാണെങ്കിലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നാണയത്തിന് ഈ ശേഖരിച്ച് വെക്കാൻ പറ്റും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു നോട്ട് നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം ഒരു 100 വർഷം 150 വർഷം എങ്ങനെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ആ ഒരു ഫെയ്ഡ് ചെയ്യുകയും അതിൻ്റെ ആ മഷിക്ക് രാസ പ്രക്രിയയിലൂടെ അത് കോട്ടം ഉണ്ടാവുകയും ചെയ്യും. നാണയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാണയം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ആ ഒരു നാണയം നമ്മൾ കാണുമ്പം ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് വിചാരിക്കണം. അല്ലെങ്കിൽ 1000 വർഷം പഴക്കമുള്ള ഒരു ചോള രാജാവിൻ്റെ ഒരു നാണയം, നമ്മൾ സ്റ്റാൻഡിങ് മാൻ എന്നൊക്കെ പറയുന്ന, ഒക്ടോപ്പസ് മാൻ എന്നൊക്കെ പറയുന്ന ഒരു കോയിൻ നമ്മൾ കാണുമ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വെറുതെ കണ്ടുപോകാതെ ആ നാണയം ഉപയോഗിച്ച 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ നാണയം ഉപയോഗിച്ചൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. അതുകൊണ്ട് ഓരോ നാണയവും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുരാജ്യങ്ങൾ, അതായത് 1000-ലധികം നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ നാട്ടുരാജ്യങ്ങൾ ഇപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ടോക്കണുകളുണ്ട്, ജഹാംഗീറിൻ്റെ കാലത്ത് സോഡിയാക് കോയിനുകളുണ്ട്. അങ്ങനെ ഒത്തിരി നാണയങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പഴയ നാണയങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. കാരണം വെച്ചാൽ ഒരു വളരെ പഴക്കം 200 വർഷം 300 വർഷം പഴക്കമുള്ള ഒരു നാണയം ഒരാളുടെ കയ്യിൽ തീർച്ചയായിട്ടും കളക്ടേഴ്സിനെ മാത്രമേ ഇത് കാണുകയുള്ളൂ. ഈ നാണയത്തിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത്
അതിഭയങ്കരമായ വിലയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം വിക്ടോറിയ രാജ്ഞിയുടെ 1840 1 രൂപ എന്ന് പറയുന്ന ഒരു നാണയം, ആ നാണയത്തിൻ്റെ ഇപ്പോഴത്തെ അതായത് ന്യൂമിസ്മാറ്റിക് മാർക്കറ്റിലുള്ള വിലയെന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് മേളിലാണ്. ആ 1 രൂപയുടെ വിലയാണ്. അത് വെള്ളിയിൽ തീർത്ത നാണയമാണ്. ആ ഒരു ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഈ നാണയത്തിന് അന്നത്തെ ആ ഒരു നാണയത്തിന് ഇന്നത്തെ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ 175-180 വർഷം മുമ്പ് 1 രൂപയ്ക്കുണ്ടായിരുന്ന ഒരു മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ഇന്നൊരു 10 ഏക്കർ വസ്തുവിന് കിട്ടുമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര വർഷം പഴക്കമുള്ള നാണയങ്ങൾ ഇപ്പം താങ്കളുടെ കൈവശമുണ്ട്? ഏറ്റവും പഴക്കമുള്ള നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാണയങ്ങൾക്കൊരു വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ നാണയങ്ങൾ നമ്മുടെ കാണും, ഐഡൻറ്റിഫൈ ചെയ്യാൻ മേലാത്ത കുറേ നാണയങ്ങളുണ്ട്. ഏത് കാലത്തെയാണ് അപ്പോൾ നമ്മൾ കുറേ ബുക്കുകളും നെറ്റും ഒക്കെ നോക്കി കുറേ ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടക്കാത്ത കുറേ നാണയങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ഐഡൻറ്റിഫൈ ചെയ്ത നാണയത്തിൽ ഏറ്റവും പഴക്കമുള്ള ചോള രാജാവിൻ്റെ ഒരു പിന്നെ കോയിനാണുള്ളത്. അത് AD 200 കാലഘട്ടങ്ങളിലുള്ള അല്ല പിന്നെ നാഗാസോ പത്മാവതി 200 AD 200 നാഗാസോ പത്മാവതിയാണ് നമുക്ക് ഏറ്റവും പഴക്കമുള്ള കൊങ്കണി കോയിൻ എന്ന് പറയുന്ന 5 കോയിനാണ് ഏറ്റവും പഴക്കമുള്ള കോയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് നാഗാസോ പത്മാവതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജരാജ ചോളൻ്റെ കാലത്തുള്ള 1 മാസ 1000 വർഷം 1000 വർഷം പഴക്കമുള്ളൊരു കോയിനാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ജഹാംഗീറിൻ്റെ കാലത്തുള്ള 1619 1227 കാലഘട്ടത്തിലുള്ള ഒരു ലിയോ കോയിൻ 12 രാശികളുടെ പടം വെച്ച് കോയിൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ലിയോ കോയിൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ ഒരു കോയിനാണിത്. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ് സലീന സ്റ്റേറ്റിലെ ഒരു കോയിന്, അങ്ങനത്തെ പഴയ കുറച്ച് കോയിൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഏറ്റവും പഴക്കമുള്ള കോയിൻ എൻ്റെ കയ്യിലുള്ളത്. ഇന്ത്യയുടെ ചരിത്രം വരില്ല പറഞ്ഞ അവസാനത്തെ ഇത് ഇന്ത്യയുടെ ഞാൻ പറഞ്ഞല്ലോ 1046 രാജ്യങ്ങൾ. ഈ കേരളത്തിൽ തന്നെ തിരുവിതാംകൂർ, വേണാട്, പിന്നെ കോഴിക്കോടില്ല സാമൂതിരിയുടെ വേണം, ഇങ്ങനത്തെ ഓരോ രാജ്യത്തിനും ഓരോ സ്വരൂപത്തിനും ഓരോ നാണയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം വലിയ വലിയ കളക്ടേഴ്സ് കാണും കേട്ടോ, അവരുടെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഒരു 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 1% പോലും പറയാനില്ല. ഇല്ല അങ്ങനൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഇതിൻ്റെ ഒരു ശതമാനം പോലും ഒരു ശതമാനം പറയാൻ പോലും ഇല്ലാത്ത ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഈ വളരെ വലിയ കളക്ഷൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. ഇതൊന്നും വളരെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ കോയിൻ കളക്ഷന് വേണ്ടി നിങ്ങൾക്ക് ഒരു സംഘടന അതുപോലെ ഒരു ഉണ്ടല്ലോ? എല്ലാ സ്ഥലത്തും ന്യൂമിസ്മാറ്റിക് അല്ലെങ്കിൽ ഫിലാറ്റലി ആൻഡ് ന്യൂമിസ്മാറ്റിക് ക്ലബ്ബുകളുണ്ട്. ഇപ്പം ഞാൻ പാലാ ക്ലബിലെ മെമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ കോട്ടയത്ത് ക്ലബ്ബുണ്ട്. അവർ മാസത്തിൽ ഇപ്പം പാലാ ക്ലബ്ബിൽ കൂടുന്നതെന്ന് പറയുന്നത് എല്ലാ 2ാം ശനിയാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് മീറ്റിംഗ് കൂടുന്നത്. അന്ന് അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ കയ്യിലുള്ള ഈ ഇത് വില കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. എൻ്റെ കയ്യിൽ ഇത് 2 ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ കൊടുത്തിട്ട് വേറെ ഒരെണ്ണം ഇങ്ങോട്ട് മേടിക്കും. ബാർട്ടർ സിസ്റ്റമാണ് കൂടുതൽ നടക്കുക. അങ്ങനെയാണ് കോയിനുകൾ ഇത് ചെയ്യുന്നത്, എല്ലാവരും കളിക്കുന്നത്. ഇതാണ് നാണയത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നാണയം താങ്കൾ വാങ്ങുന്നു, ഈ നാണയത്തിൻ്റെ ചരിത്രം അറിയാവുന്ന എത്ര നാണയം ഈ സൂക്ഷിക്കുന്നവരുണ്ട്? അതായത് നാണയത്തിൻ്റെ ഒരു നാണയം നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇപ്പം പുതിയ ടെക്നോളജി അനുസരിച്ച് ഗൂഗിൾ ലെൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശമൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഈ ഇതുപോലത്തെ ബുക്കുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 2019 അതായത് 1919-20 വരെയുള്ള 1835 മുതൽ 2019 വരെയുള്ള എല്ലാ കോയിനുകളുടെയും ഡീറ്റെയിൽസ് ഉള്ള ബുക്കുകളാണ്. അതുപോലെ തന്നെ ഇത് വേൾഡ് കോയിൻസിനെ പറ്റി കുറേ റെഫറൻസ് ബുക്കുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്തൊക്കെ തപ്പിയാണ് നമ്മളെ കയ്യിലുള്ള നാണയം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നത്, ചരിത്രം കണ്ടുപിടിക്കുന്നത്. അപ്പം അത് ചില സമയത്ത് ഒരു നാണയത്തുമായിട്ട് ഒരു മണിക്കൂറുകളോളം ഇരുന്നാൽ പോലും കിട്ടത്തില്ല. ചിലപ്പോൾ അതേ നാണയം തന്നെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതാണെന്ന് പറയാൻ പറ്റൂ ഇതാണെന്ന്. അല്ലാതെ കണ്ടുപിടിക്കാത്ത കുറേ നാണയങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. അത് ചിലപ്പോൾ ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇടും. ഇത് എല്ലാവർക്കും അറിയാവോ? അതൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് നോക്കുന്നത്. സംഘടിപ്പിക്കുന്ന പറഞ്ഞാൽ ഇത് 25 വർഷം മുമ്പ് സംഘടിപ്പിക്കാൻ തുടങ്ങിയതാണ്. 25 വർഷമായിട്ട് ഇത് സംഘടിപ്പിക്കുന്നു. ഇതിപ്പം ആരും നാണയം കൊണ്ട് തരത്തില്ല. ഇതിപ്പോ നമ്മള് നാണം കെട്ട് ചോദിക്കും. ഒരെണ്ണം തരാമോ ചോദിക്കും. കാരണം അത് ക്രേസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നിനധികം ഉള്ളവരോട് മേടിക്കും. പിന്നെ ഇതിന്റെ സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ
വെബ്സൈറ്റുകളുണ്ട്, ഓപ്ഷനുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം പഴയ ഒരു നാണയം 40,000, 30,000, 1 ലക്ഷം, 2 ലക്ഷം രൂപ വിലയുള്ള നാണയങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ റേറിറ്റി അനുസരിച്ച്, അതായത് അതിൻ്റെ കിട്ടാൻ മേലാത്തൊരവസ്ഥ അനുസരിച്ച് അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം, ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ, ഇത് വേറെ ആരുടെയോ കയ്യിൽ 1944 അവൻ ശേഖരിച്ച് വെച്ച സാധനം. ഞാൻ അതുപോലെ തന്നെ ഇത് വെച്ചിരിക്കുക. 1944 അവൻ ശേഖരിച്ച് വെച്ച ഞാൻ ഓപ്ഷനിൽ മേടിച്ചതാണ്. അന്ന് 1200 അത് ഒന്നുമില്ലാതെ 1200 രൂപയ്ക്ക് ഞാൻ മേടിച്ച സാധനം. അങ്ങനെയാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. ഈ പഴക്കം ചെന്ന നാണയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുരാവസ്തുക്കൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത്, അത് പുരാവസ്തു ഗവൺമെൻറ് പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ് അതിങ്ങനെ നിങ്ങളെ ഇത് ഞങ്ങൾക്ക് തരത്തില്ല എന്ന് ചോദിച്ച് ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു, അതായത് കളക്ടേഴ്സ്, അതായത് ഇത് ശേഖരിക്കുന്നവർ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുണ്ട്. ഇവർക്ക് സംഘടനകളുണ്ട്, ഇവർക്കുണ്ട് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം 2000 നോട്ട് നിരോധിച്ചപ്പോഴും നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണാം, കളക്ടേഴ്സിന് 7 നോട്ടുകൾ കൈവശം വെക്കാനുള്ള പെർമിഷൻ അറിയില്ല. അതുകൊണ്ട് എന്നുവെച്ചാൽ 7 നോട്ട് ഇവർ കളക്ടേഴ്സിന് പെർമിഷൻ വെക്കാം. അതായത് പുരാവസ്തു നിയമം അനുസരിച്ച് 100 വർഷത്തിന് ശേഷം പഴക്കമുള്ള എന്ത് സാധനവും സർക്കാരിൻ്റെയാണ്. പക്ഷേ നമുക്ക് ഈ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ശേഖരിച്ച് വെക്കാം. ശേഖരിച്ച് നമ്മൾ നമ്മളിതൊരിക്കലും ഒരു വിപണനത്തിന് വേണ്ടിയല്ല, ഇത് നമ്മുടെ ക്രേസിന് വേണ്ടിയാണ്, അടുത്ത തലമുറയ്ക്ക്. പിന്നെ വേറെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന ഒത്തിരി ശേഖരിച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും ഇത് പുറം ലോകം കാണിക്കാതെ സൂക്ഷിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. എൻ്റെയൊക്കെ 100 ഇരട്ടി കളക്ഷനുള്ളവർ അലമാരിക്ക് അത് പൂട്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ എൻ്റെ രീതി അതല്ല. എനിക്ക് ആര് വന്നാലും ഞാൻ കാണിക്കും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ കാണിച്ച് എൻ്റെ അറിവായിരിക്കും ഞാൻ പറഞ്ഞത്. അത് ആരെങ്കിലും തിരുത്തി തന്നാൽ അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. അതാണ് എൻ്റെ താങ്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാണയങ്ങൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യുന്നു, ഒപ്പം തന്നെ പറഞ്ഞാൽ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൊണ്ട് ഒരു മനസ്സുണ്ട്. തീർച്ചയായിട്ടും സംബന്ധിച്ച് പുതിയ അറിവുകളാണ്. അതിനകത്ത് ഇപ്പം ഞങ്ങളൊക്കെ വളർന്നു വന്ന ഒരു മൊബൈൽ ഫോണിന് മുമ്പുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് ഇത് പുസ്തകങ്ങളിൽ കൂടി മാത്രമേ ഇതിൻ്റെ അറിവ്. ഗൂഗിൾ സെർച്ച് ഇല്ലായിരുന്നു അന്ന്. ഗൂഗിൾ സെർച്ചോ ഗൂഗിൾ ലെൻസോ ഇല്ലായിരുന്നു. പക്ഷേ ഗൂഗിൾ ലെൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർക്ക് ഇപ്പം ഞാനിപ്പം കാണുന്ന ഒരു ഇത് പറയുകയാണ്. ഞാനിപ്പം ചെറുപ്പക്കാർ 2 പിള്ളേരോട് പറയുക, ഈ നാണയം ഭയങ്കര പഴയതാണ്, ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ഒറ്റ ഉത്തരവേ ഉള്ളൂ. കാണിച്ചാൽ അത് ഫിസിക്കലായിട്ട് കാണുമെന്നില്ല അവന്, അത് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. എന്തിനാണ് ഇതിൽ മെനക്കെടുന്നത്? പക്ഷേ ഇതൊരു ചരിത്രമാണെന്നും ഈ ഒരു നാണയം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് പിന്നെ ഇപ്പം ജഹാംഗീറിൻ്റെ കാലത്തെ സോഡിയാക് കോയിന് അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഈ നാണയം കൊടുത്ത് എന്തൊക്കെയോ മേടിച്ച് കാണും. ആ നാണയമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുള്ളൊരു സ്വകാര്യ അഹങ്കാരമാണ് എനിക്കുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ നാണയങ്ങളെ എത്രയോ പേര് കൈമാറ്റം ചെയ്ത് നമ്മുടെ ഒരു ചരിത്രമല്ലേ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ ഗൂഗിൾ ലെൻസ് വഴി കാണുക എന്നല്ലാതെ സ്പർശിക്കാൻ നമുക്ക് പറ്റില്ല. ഗൂഗിൾ സെർച്ച് ചെയ്ത ചിത്രം മാത്രം ഇത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും. ഇതിന് വിലയുണ്ട്. ഇന്ത്യയുടെ അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളുടെ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കുന്നു? അത് കൂടുതലും നമ്മൾ ഈ വിദേശത്ത് പോകുന്നവരോട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ആ നാണയം കിട്ടുന്നത് ഈ മർച്ചൻ്റ് നേവിക്കാരാണ് അത് കൊണ്ടുത്തരുന്നത്. അവർ ഈ കപ്പലിൽ പോകുമ്പോൾ വിവിധ രാജ്യങ്ങളിറങ്ങും പോകുന്നവരോടെല്ലാം പറയും, ഏത് രാജ്യത്തിറങ്ങിയാലും അവിടുത്തെ ഏറ്റവും ചെറിയൊരു നാണയവും ഒരു നോട്ടും എനിക്ക് മേടിച്ചുകൊണ്ട് തരണം എന്ന് പറയും. അപ്പോൾ അവരത് മേടിച്ചുകൊണ്ട് തരും. പിന്നെ അതും മാർക്കറ്റിൽ നിന്നൊക്കെ ഇല്ലാത്തതൊക്കെ മേടിക്കും. ചിലത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും കിട്ടത്തില്ല. അത് എൻ്റെ ഏകദേശം ഇന്നിപ്പോൾ എൻ്റെ 130 രാജ്യങ്ങളുടെ കറൻസി നോട്ട് എൻ്റെ 130 രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്ക് എന്തുമാത്രം കറൻസി ഉണ്ട്. അതേസമയം ബംഗ്ലാദേശിന് ഒത്തിരി കറൻസി ഉണ്ട്. ബംഗ്ലാദേശിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു കറൻസിൻ്റെ കാണും, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കാണും. അങ്ങനെയുള്ള 136 രാജ്യങ്ങളുണ്ട്. നിന്നുപോയ രാജ്യങ്ങളുണ്ട്. അങ്ങനത്തെ പിന്നെ അവരുടെ കറൻസികൾ അതൊക്കെയുണ്ട്. അതാണ്. ഇപ്പം നാണയങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാണയങ്ങൾ ഈ പഴയകാല നാണയങ്ങൾ, പിന്നെ ഇതുപോലെ തന്നെ ഇത് നാണയമാണെന്ന് വെച്ചാൽ ഇത് എരുമേലിയെ സംബന്ധിച്ചാണ്. എരുമേലി തോട്ടിൽ, അതായത് അമ്പലത്തിൻ്റെ തോട്ടിൽ കുഴിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കാലത്ത് വാർത്തയായിരുന്ന ടെമ്പിൾ ടോക്കൺ എന്ന് പറഞ്ഞ സാധനമായത്. അത് 2 എണ്ണമാണ് അവിടുന്ന് കുഴിച്ചെടുത്തത്. ഇത് ഏതിൽ 9 എണ്ണം അതിൽ ഇരിപ്പുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു വിനിമയത്തിനുള്ള നാണയമല്ല, ഓരോ അമ്പലങ്ങളുടെ പൈസ മേടിക്കാനായിട്ട് അവരിറക്കുന്ന ടോക്കണുകളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും ഏത് വർഷമായിരിക്കും
അതിൻ്റെ കാലം ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതാണ്. എന്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും ഹനുമാന്റെ പടം വെച്ച് നാണയം ഇറക്കുന്നത് വിശ്വസിക്കാൻ പാടാണ്. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഫേക്ക് അല്ല, ടെമ്പിൾ ടോക്കൺസ് എന്നാണ് ഇത് പറയുന്നത്. അതിനകത്ത് ഞങ്ങൾ പറയുന്ന ശ്രീരാമ പട്ടാഭിഷേകം, ഇതാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്നത്. അങ്ങനത്തെ പല കോയിനുകളുണ്ട്. അതിനകത്ത് കുബേര കോയിൻ എന്ന സാധനമുണ്ട്, കുബേര കോയിൻ. ഈ കുബേര കോയിൻ 5 ലക്ഷം രൂപ വിലയുണ്ട്. അതായത് അതിനൊരു വിശ്വാസമുണ്ട്, കുബേര കോയിൻ കയ്യിലിരിക്കുന്ന ആൾക്ക് സ്വത്ത് വന്നു ചേരും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് 5 ലക്ഷം രൂപയ്ക്ക് വരെ. എൻ്റെ ഇതുവരെ കിട്ടിയിട്ടില്ല സാധനം, അതുകൊണ്ട് സ്വത്തില്ല. അതാണ് എൻ്റെ രസം. പിന്നെ ഇത് പറയുന്ന അക്ബറിന്റെ കാലത്തെ ഒരു ടോക്കണാണ്, ഒരു സ്ക്വയർ ടോക്കൺ. അതാണ് സ്ക്വയർ ടോക്കണാണ്, സ്ക്വയർ ടോക്കൺ. അക്ബറിന്റെ കാലത്തെ സ്ക്വയർ ടോക്കണാണ്. പിന്നെ തിരുവിതാംകൂർ, നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തെ നാണയങ്ങൾ, അത് ഞാനിന്ന് ഈ ചക്രം ആവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം തിരുവിതാംകൂറിന്റെ 1 കാശ്, 4 കാശ്, 8 കാശ് ചക്രം. ഇതാ ചക്രം. ഇനി ചക്രത്തിന്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 28 ചക്രമാണ് 1 രൂപ. 28 അരച്ചക്രം കൊടുക്കണം ഒരു ബ്രിട്ടീഷ് രൂപയ്ക്ക്. അരച്ചക്രം കൂടത്തിൽ കൊടുക്കണം. ഇനിയിപ്പം 16 കാശാണ് ഒരു രൂപ. അതെനിക്ക് അതിനെപ്പറ്റി അത്ര അങ്ങോട്ട് കണക്കങ്ങ് കണ്ട് തലയോട്ട് കയറുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞുതരാം, എന്നെ മനസ്സിലുണ്ടത്. അതായത് 8 അണ, 4 അണ, 4 അണ, 1 കാശ്, 16 കാശ് ഒരണ, 16 കാശ് ഒരണ. പഴയ കണക്കുകളാണ്. അങ്ങനെ 8 അണ, 16 അണ 1 രൂപ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. എനിക്കത് ഈ കാശിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, അത് സംശയമുണ്ട്. എനിക്ക് 54 കാശാണോ സംശയമുണ്ട്, ഓർമ്മയില്ല. പ്രായമൊക്കെ ആയില്ല, ഇനി ഓട്ടക്കാരണ, ഇതാ ഓട്ടക്കാരണ. പഴയ കാലത്തെ ഓട്ടക്കാരണ എന്ന് പറയുന്നത് 1 പൈസയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന 1901 പൈസയാണ് ഓട്ടക്കാരണ എന്നറിയപ്പെടുന്നത്. ഇല്ല, 1943 ഇറക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ 1 പൈസയ്ക്കാണ് ഓട്ടക്കാലണ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് കാലണയുടെ കണക്ക്. 1 കാലണ എന്ന് പറയുന്നത് കാലണയാണ്. അതിന് നടുക്കൊരു വട്ടമുള്ളതാണ് ഓട്ടക്കാലണ എന്ന് പറയുന്ന. ഇതാണ് മോതിരമായിട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് ഓട്ടക്കാലണയുടെ വില പോലും ഇല്ലാത്തവൻ സിനിമയൊക്കെ പറയുന്നത് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതായത് ഇതിനകത്ത് വേറൊരു പ്രശ്നമാണ്. ചിലപ്പം പഴയ വീടുകളിലൊക്കെ ഈ ഉത്തരത്തിൻ്റെ മണ്ടയിൽ കട്ടളയുടെ പടിയിലൊക്കെ ഈ സാധനങ്ങൾ കാണും. പുതിയ തലമുറ വരുമ്പം ഇതെന്നാ അങ്ങോട്ട് ഇവിടെ വെച്ച് എടുത്ത് ദൂരോട്ട് കളയും, തെങ്ങിൻ്റെ മുകളിലോട്ട്. പക്ഷേ അതിൻ്റെ വാല്യൂ ഒന്നും കണക്കാക്കുന്നതിന് അറിയത്തില്ലാതെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ സാധാരണ വീട് പൊളിക്കാൻ മുന്നോട്ട് പറയും, ഇത് ഉത്തരത്തടി വല്ലതും നോക്കിയേക്കണം, വല്ലതും ഉണ്ടോ എന്ന് നോക്കിയേക്കണം. കാരണം അന്നത്തെ കാലത്തെ ആചാരം അനുസരിച്ച് ഉത്തരത്തിൻ്റെ അടിയിൽ പൈസ വെക്കണമായിരുന്നു. 1 പൈസ, ഒരു നാണയം വെക്കണമായിരുന്നു. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും സാധനം ഉണ്ടോ. അപ്പം ചിലപ്പോൾ സ്വർണ്ണം, അതായത് എന്നെ ഒരു സുഹൃത്തിന് അങ്ങനെ ഒരാൾ കൊണ്ട് കൊടുത്തത് ഏകദേശം 4 ഗ്രാം സ്വർണത്തിലൊരു കോയിനാണ്. സ്വർണ്ണ നാണയം കൊടുത്തു. അവനത് ചുമ്മാ കൊടുത്ത ആ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചു പിടിച്ച് സ്വർണത്തിന്റെ ഒരു പകുട്ടുമില്ല. പക്ഷെ അവൻ നോക്കിയപ്പോൾ സാധനം സ്വർണ്ണം. അങ്ങനെയുള്ള ലക്കുകളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് തിരുവിതാംകൂറിന്റെ ഒരു ചക്രത്തിനെ പറ്റി ഒരു അറിവൂടെ ഞാൻ പറയാം. ഈ 1 ചക്രം എല്ലാവർക്കും അറിയാം, 8 കാശും അറിയാം, 4 കാശും ഒക്കെ അറിയാം. പക്ഷേ കാശ് 4, കാശ് 8, ചക്രം 1 എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഈ ശ്രീ ചിത്രനിലാൾ ബാലരാമവർമ്മ എന്ന് പറയുന്ന ഗർഭസ്ഥ ശ്രീമാനാണ്. ഗർഭത്തിൽ തന്നെ രാജാവായിരുന്ന ആളാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ ഒരു സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി പാർവതിബായിയെ റീജൻ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, പാർവതിബായിയെ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇറക്കിയ നാണയങ്ങളെല്ലാം തിരിച്ചാണ് എഴുതിയത്. 1 ചക്രം എന്നുള്ളത് ചക്രം 1, കാശ് 8 എന്നുള്ളത് 4 കാശ് എന്നുള്ളത് കാശ് 4. അങ്ങനെ വളരെ 10-18 വർഷം ഇറങ്ങിയ കുറേ നാണയങ്ങളാണ്. അത് ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ്. ഇപ്പം ഒരു ചക്രം 1 വേണമെന്നുണ്ടെങ്കിൽ ഒരു
4000 രൂപയ്ക്ക് അടുത്ത് ഒരു ചക്രത്തിന് മാത്രമേ ഒരു ചക്രത്തിന് 350 രൂപയ്ക്ക് കിട്ടും. പക്ഷേ ചക്രം ഒന്നിന് വില കൂടുതൽ. അത് വളരെ കുറച്ചല്ലേ. ഇതിന്റെ എല്ലാം വില നിശ്ചയിക്കുന്ന റേറിറ്റിയാണ്. എന്തുമാത്രം ഇത് അവൈലബിൾ ആണെന്നുള്ള ദുർലഭമാണോ അതനുസരിച്ച് വില കൂടും. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ല ഒരു മിനിറ്റ് ഇതൊന്നും തീർന്നിട്ട്, അതായത് ഇനി അടുത്ത ബ്രിട്ടീഷ് ഇന്ത്യ കോയിനാണ്. ബ്രിട്ടീഷ് ഇന്ത്യ കോയിനിൽ ആദ്യത്തെ വില്യം 4 ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത്. ക്യൂൻ വിക്ടോറിയയ്ക്ക് മുമ്പുള്ള 2 or 3 വർഷം ജീവിച്ചിരുന്നതാണ് വില്യം 4. വില്യം 4ന്റെ കോയിനൊന്നും എൻ്റെ ഇല്ല, ആകെ 2 കോയിനേ ഉള്ളൂ. തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുവാണെങ്കിൽ എടുത്തു വെക്കാം. അടുത്ത വിക്ടോറിയ 1835 മുതൽ 1891 വരെ ഏകദേശം കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി ഉണ്ടായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ കാലത്ത് വിവിധ കോയിന് 1 രൂപ നാണയമുണ്ട്, അതൊക്കെ 1 രൂപ നാണയമുണ്ട്. പിന്നെ 1/12 അണ, ഒരു അണയുടെ 12 ഭാഗവ. അതുപോലെ വിക്ടോറിയ COE എന്ന് പറയുന്ന കോയിന്, വെയിൽഡ് വിക്ടോറിയ എന്നൊക്കെ അതിന് പറയുന്നത്. അങ്ങനത്തെ വിക്ടോറിയയുടെ അതുപോലെ തന്നെ 1/4 അണ, 1/4, അങ്ങനത്തെ കുറേ നാണയങ്ങളുണ്ട്. അതിനുശേഷം വന്നത് എഡ്വേർഡ് 7 ആണ്. എഡ്വേർഡ് 7 കാലത്തും നാണയങ്ങൾ ഇതുപോലെ ഇറക്കിയിരുന്നു. അതിനുശേഷം വന്നത് ജോർജ് 5 ജോർജ് 5 കാലത്തെ ഇതെല്ലാം ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് വന്ന നാണയങ്ങളൊക്കെ ഏകദേശമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ജോർജ് 5 കാലത്തുള്ള നാണയങ്ങളുണ്ട്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജോർജ് 6 ഈ ജോർജ് 6 കാലത്താണ് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാണയമുള്ളത് തലയും പുലി എന്ന് പറയും. തലയും പുലി കേട്ടിട്ടുണ്ട്. അതായത് ജോർജിന്റെ തലയും ഇന്ത്യയുടെ പുലി, അങ്ങനെയാണ്. അതാണ് തലയും പുലി എന്ന് പറയുന്ന നാണയം. ആ നാണയം എൻ്റെ ഉണ്ട്, ഇവിടെ ഉണ്ട് നാണയമുണ്ട്, തലയും പുലിയുണ്ട്. കാണുന്നില്ല, ജോർജ് 5. അതാണ് ജോർജ് 5 ഒരു നാണയം. ഇവിടെ കാണാം, ഇതേ തലയും പുലി. ഇതാണ് ജോർജ് 6 ഇത് പുലി, ഇത് തല. അതിൻ്റെ 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ഇങ്ങനെ 3 എണ്ണമുണ്ട് തലയും പുലി. ഇതാണ് പഴയ നാണയങ്ങൾ എൻ്റെ കയ്യിലുള്ളതുമാണ്. ഇതിനേക്കാൾ ഒത്തിരി നാണയങ്ങളുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള നാണയങ്ങളാണ് ഞാൻ കാണിച്ചത്. ഇല്ല, നാണയങ്ങൾ ഇച്ചിരി കൂടെ ഉണ്ട്, അത് കാണിക്കാം. ഇതെന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ നാണയങ്ങളാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ 5 പൈസയും 10 പൈസയും 1 രൂപയും 2 രൂപയും 10 രൂപയൊക്കെയാണ്. പക്ഷെ അത് അതിനകത്ത് 1 പൈസ എന്ന് പറയുന്ന ഒരു നാണയം. ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ എത്ര രൂപയുടെ വരെ നാണയം ഇറങ്ങിയിട്ടുണ്ടെന്ന് അല്ല അറിവല്ലോ? ജനറൽ സർക്കുലേഷനിൽ 10 രൂപയും 20 രൂപ വരെയുള്ള നാണയങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. നാണയങ്ങൾ ഇറക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് കൊമമറേറ്റ് ആയിട്ട് നാണയങ്ങൾ ഇറക്കും. കൊമമറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ 150 അല്ലെങ്കിൽ ഗാന്ധിജിയുടെ 150 ജന്മദിനം അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി കുറേ നാണയങ്ങൾ ഇറക്കും. കുറേയൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടും. അതിനുശേഷം പിന്നെ അത് കിട്ടത്തില്ല. ഈ റെഗുലർ സർക്കുലേഷനുള്ളതാണ് നമ്മുടെ അശോക ചക്രവും ഒക്കെയുള്ള ഈ നാണയങ്ങൾ റെഗുലറായിട്ടുള്ളത് കിട്ടുകയും ചെയ്യും. അതിനകത്ത് ഇപ്പോൾ 1 രൂപ 1 പൈസയുടെ ഇതാണ്. ഇത് 1 പൈസയാണ്. ഇതെല്ലാം ഉണ്ടോ, മാനിൻ്റെ പടമുള്ള ഒരു അര പൈസ. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അര പൈസ. 1954 ഇന്ത്യ ഗവൺമെൻറ് അര പൈസ. നമുക്ക് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഇന്നിപ്പം 50 പൈസ പോലും മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അര പൈസയുടെ ഒരു പ്രസക്തി ഉള്ളതെന്ന് പറയുക. അത്രേ ഉള്ളൂ. അപ്പം 400 രൂപ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. 400 രൂപ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. 1000 ഉണ്ടെന്ന് പറഞ്ഞു. 1000 ഒരു നാണയം ഏതോ ഒരു സ്വാമിയുടെ എന്തോ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില നാണയം 1 ലക്ഷത്തിനൊക്കെ ഫേക്കായിട്ടായിരിക്കും. ഫേക്ക് ന്യൂസ് ആകാനാ സാധ്യത. ഇപ്പോൾ അറിയില്ല. എന്നാൽ 1 ലക്ഷത്തിന് നാണയമൊന്നും ഒരിടത്തും ഇല്ല. ഇത് കൊമമറേറ്റായിട്ട് ഇറക്കുന്നെങ്കിലും ഇത് ഇപ്പം അൽഫോൺസാമയുടെ 5 രൂപ നാണയം ഇറക്കി. ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ചിലവായത്. അത് മേടിച്ച് വെക്കുന്നവരുണ്ട്, സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. ആ സമയത്ത് കുറേ ഇറക്കുന്നു, അതങ്ങനെ ശേഖരിച്ച് വെക്കുന്നു. അങ്ങനെ അത് കൊമമറേറ്റിനെ പറ്റി ഞാൻ പറയാം. ഇതിങ്ങനെ 1 പൈസ 2 പൈസ 3 പൈസ 5 പൈസ 10 പൈസ ഇങ്ങനത്തെ നാണയങ്ങൾ. പിന്നെ 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ. ഇനി അടുത്താണ് കൊമമറേറ്റ് എന്ന്. ഇത് 2 രൂപയുടെ കൊമമറേറ്റ്. അതായത് ഇപ്പം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അല്ലെന്നുണ്ടെങ്കിൽ കെയർ ഫോർ ചൈൽഡ് എന്ന തീമുമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു 1990 ഇന്ത്യ മിൻറ്റ് ഇറക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ഒരു മിൻറ്റ് ഇറക്കിയിരിക്കുന്ന ഒരു നാണയമായത്. അതിനകത്തൊരു പടമൊക്കെ കാണും. ഇതിപ്പം ചിലപ്പോൾ കാണത്തില്ല, വളരെ റെയറായിരിക്കും. 1990 ഇറക്കിയതാണ്. റീസെൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾക്കിപ്പോൾ സർക്കുലേഷനിൽ കാണും.
കുറച്ച് കഴിയുമ്പോൾ ഈ കളക്ടേഴ്സ് ഇതെല്ലാം കൊണ്ടുപോകും, അവർ മാറ്റി വെക്കും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ ഇന്ത്യയിൽ 4 മിൻറ്റാണ് ഉള്ളത്. ഒന്ന് ഹൈദരാബാദ് മിൻറ്റ്, 2 ബോംബെ മിൻറ്റ്, നോയിഡ മിൻറ്റ്, പിന്നെ കൽക്കട്ട മിൻറ്റ്. ഈ മിൻറ്റിനൊരു മിൻറ്റ് മാർക്കുണ്ട്. മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ആ വർഷം എഴുതിയതിൻ്റെ അടിയിൽ ഒരു മാർക്കുണ്ട്. നാണയങ്ങൾ അത് മാത്രമേ അടിക്കുന്നുള്ളൂ ഇന്ത്യയിൽ. ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാടുപെട്ടവർക്കില്ല. ഇത് തന്നെ 10 രൂപയുടെ കോമറേറ്റ് ആയിട്ടുള്ള നാണയങ്ങളാണിത്. ഇതൊക്കെ ഇതെല്ലാം 10 രൂപകളാണ്. ഇപ്പോൾ ഇത് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെയും മണ്ടേലയും കൂടെ പടമുള്ള ഒരു 10 രൂപയായിരുന്നു. നിങ്ങൾ ഈ നിങ്ങളുടെ കൈ കൂടി നാണയം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഇത് നിങ്ങളെ കൊടുത്ത് അടുത്ത കാശ് വരും. അതേസമയം ഈ നാണയത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെയും അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചു വന്ന് 1915 മുതൽ 2015 വരെ അതിൻ്റെ സെഞ്ചുറിയായിട്ട് കൊമറേറ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു നാണയമാണിത്. അതുപോലെ തന്നെ ഈ ഓരോ നാണയത്തിനും ഓരോ പല പല ചിത്രങ്ങളുള്ളതുണ്ട്. ഇപ്പം 5 രൂപയുടെ ഏകദേശം 84 എണ്ണം എൻ്റെ ഉണ്ട്. 5 രൂപയുടെ തന്നെ 84 എണ്ണത്തോളം ഉണ്ട്. അല്ല വ്യത്യസ്തമായ പടങ്ങളാണ്. വ്യത്യസ്തമായ പടങ്ങളുള്ള 84 എണ്ണമുണ്ട്. പെരിയാർ ഇത് കണ്ടോ, പിന്നെ പെരിയനഗർ എണ്ണ സെഞ്ചുറി, ആനിവേഴ്സറി ഓഫ് അലഹബാദ് ഹൈക്കോർട്ട്, അങ്ങനത്തെ ഓരോ ഇതുണ്ട്. ഞങ്ങളിത് തപ്പിയെടുത്ത് കണ്ടുപിടിക്കുന്നതായിരുന്നു. നമ്മളൊരു 5 രൂപ കിട്ടിയ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക, അതിൻ്റെ ബാക്കിലെ ചിത്രം. അതുകൊണ്ട് ഏഷ്യാഡിൻ്റെ സമയത്ത് ഇറക്കിയ ഒരു 10 പൈസയായിരുന്നു. 1983 ഏഷ്യാഡിന് ഇറക്കിയ ഒരു 10 പൈസയായിരുന്നു. കണ്ടോ, അങ്ങനെ ഓരോ സമയങ്ങളിൽ നാണയം ഇറക്കും. ഇതൊന്നും സാധാരണ ജനങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യുകയില്ല. നല്ല പടമാണ്, അടുത്ത് എടുക്കുന്നു, അതാണ് ചെയ്യുന്നത്. ഒരിക്കലും സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക. കളക്ടേഴ്സ് മാത്രമേ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാറുള്ളൂ. മാത്രമേ ഇത്രയും ആധികാരികമായിട്ട് ചിന്തിക്കുകയും അതുപോലെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാറുള്ളൂ. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു നാണയം ഇറക്കുമ്പോൾ ഈ മിൻറ്റിൽ നിന്ന് തന്നെ SPMC എന്നങ്ങനെ പറയുന്ന ഒരു മിൻറ്റുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ പ്രൂഫ് സെറ്റ് മേടിക്കാൻ കിട്ടും. പ്രൂഫ് സെറ്റ് അതിൻ്റെ ആ ഡീറ്റെയിലും അതിൻ്റെ ഓരോ നാണയത്തിൻ്റെ വെയിറ്റ് അതിപ്പോൾ ഈ ഒരു നാണയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ശരിയിലുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ ഈ ഒരു 10 രൂപയിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ 92%, അലുമിനിയം 6%, നിക്കൽ 2%, സെൻറ്റർ പ്രൈസ് കോപ്പർ 75%, അതായത് രണ്ട് ഇതാണ് വരുന്നത്. നിക്കൽ 25%. ഇത് 10 രൂപയാണ്, സർക്കുലറാണ്. ഇതിൻ്റെ ഡയമീറ്റർ 27 മില്ലി. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമായിട്ടൊരു സാധനം ഇറക്കും. അതാണിത്. ഇത് ഇന്ത്യ മിൻറ്റ് ഇറക്കുന്ന സമയത്ത് ഇറക്കുന്ന ഇത് ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബിൻ്റെ 300-ാം വാർഷികം അനുബന്ധിച്ച് ഇറക്കിയ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസാണ്. അതിൻ്റെ റിവേഴ്സ് ഇതാണ്. ആ നാണയത്തിൻ്റെ ഒരു പ്രൂഫ് സെറ്റായത് UNC സെറ്റ് എന്ന് പറയും. ഇതിന് ഏകദേശം നല്ല വിലയുള്ള 10,000-1500 രൂപ കൊടുത്താലേ ഇത് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള പിന്നെ ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ 125-ാമത്തെ വർഷം ഇതിറക്കിയ സാധനം 125 ബർത്ത് സെഞ്ചുറി ഓഫ് UNC പ്രൂഫ് സെറ്റ്. ഇത് 5 രൂപയുടെ ഇതൊക്കെ നമ്മൾ കണ്ടുള്ള നാണയമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നെഹ്റുവിൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് ഇത് വരുന്നൊരു സാധനം. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തെ നാണയങ്ങളാണ്. ഇത് നമ്മുടെ ATM കാർഡ് പോലെ ഇരിക്കും. ഇത് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ സെഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയ ഒരു നാണയമാണ്. അങ്ങനെ ഓരോ കംപ്ലീറ്റ് ഇറക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ കിട്ടാവുന്നതൊക്കെ മേടിച്ച് വെക്കും എന്നുള്ളതല്ലേ ഉള്ളത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വില വരുന്നത് ഒരു 10-20. എൻ്റെ മക്കളുടെയൊക്കെ കാലം ആകുമ്പോഴത്തേക്കും ഇത് നല്ല വിലയാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നാണയമാണ്, നഷ്ടപ്പെടുകയില്ല ഒരിക്കലും. ഇത് അടുത്ത നാണയം എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സെറ്റാണ്. ഇത് വേൾഡ് കോയിൻസ്. ഇത് ഇപ്പം ശ്രീലങ്ക, ഇതിപ്പോൾ ശ്രീലങ്കയാണ്. ശ്രീലങ്ക അങ്ങനത്തെ ഏതാണ്ട് കോയിൻസ് ഏതാണ്ട് 98-100 രാജ്യങ്ങളുടെ കോയിൻസ് ഈ കോയിലുണ്ട് പല ഇതായിട്ട്. ഇപ്പം പാകിസ്ഥാന്, ഇതിനകത്ത് ഇപ്പോൾ ശ്രീലങ്ക, പാകിസ്ഥാന്, പിന്നെ നേപ്പാള്, ഇങ്ങനത്തെ നേപ്പാള്, ഭൂട്ടാന്. ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ കോയിനെല്ലാം ഒരു പടമുണ്ട്. ആ പടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൊമമറേറ്റ് കോയിനയിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ പടം ഉള്ളതുപോലെ ആ രാജ്യത്തെ എന്തെങ്കിലും കൊമമറേറ്റ് കോയിൻ ആയിരിക്കും. അതപ്പോൾ അതൊരു ചരിത്രമാണ്.
ആ രാജ്യത്തെ ഒരു ചരിത്രം, ആ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. നോട്ടയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റ് കറൻസിയിൽ അത്ര കാണത്തില്ല. അവരുടെ നാഷണൽ എംബ്ലം ഒക്കെ ആയിരിക്കും. ഇതിങ്ങനെ അതങ്ങനെ ഓരോ, ഇപ്പോൾ റൊമേനിയ, ഇതാണ് റൊമേനിയ, വെനിൻസുല, എറിട്രിയ, ജോർജിയ, മൗറീഷ്യസ്, പിന്നെ പോർട്ടുഗൽ, കെനിയ, അൾജീരിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, കോങ്കോ, പോളണ്ട്, ഉറുഗ്വേ, കൊളംബിയ, ജർമ്മനി. ഇങ്ങനത്തെ നമുക്കൊരിക്കലും അപ്രാപ്യമായ ഇതൊന്നും ഒരിക്കലും നമുക്കിവിടെ കിട്ടത്തില്ല. നമ്മളല്ലോ പിന്നെ ഈ മർച്ചന്റ് നേവി പോകുന്നവരോടൊക്കെ പറഞ്ഞ് മേടിച്ചു വരുന്ന സാധനങ്ങളായത്. പിന്നെ ഉക്രൈന്, നമ്മുടെ യുദ്ധം നടക്കുന്ന ഉക്രൈനിലെ കോയിന്, മാലിദ്വീപ്സ്, ജോർദാന്, അങ്ങനത്തെ 100 രാജ്യങ്ങളുടെ നാണയങ്ങൾ എൻ്റെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇത് ഓസ്ട്രേലിയ, പിന്നെ വിലയുള്ള നാണയങ്ങളുണ്ട്. അങ്ങനത്തെ ഏറ്റവും വില കൂടിയ നാണയ രാജ്യത്തിലായിരിക്കും, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ഇപ്പം നാണയങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേന് യൂറോ നമുക്കെല്ലാവരും യൂറോയ്ക്കല്ല ഒരു വാല്യൂ ഉള്ളൂ. പക്ഷേ നോക്കട്ടെ യൂറോയുടെ ഉണ്ടോ എന്ന് ഇവിടെ. ഡോളർ, അമേരിക്കൻ ഡോളർ അതിൻ്റെ ഉണ്ട്. അത് ഞാൻ പറയാം. പിന്നെ അമേരിക്കയുടെ കാര്യം ചോദിച്ചില്ലേ? അമേരിക്കയുടെ കാര്യം ചോദിച്ചത്, അമേരിക്കയിൽ ഒരു 50 സ്റ്റേറ്റ് ആണ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന 50 സ്റ്റേറ്റാണ്. 50 സ്റ്റേറ്റിനും 50 എല്ലാ സ്റ്റേറ്റിലും $1 ഉള്ളൂ. 50 സ്റ്റേറ്റ് കൊണ്ട് 8 കേന്ദ്രഭരണ പ്രദേശം, പ്യൂട്ടോറിക്ക എന്നൊക്കെ പറഞ്ഞ് 8 സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അത് പുതിയ അറിവായിരുന്നു എനിക്ക്. കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ പക്ഷേ അവിടെ ആ നാണയം ആ ഓരോ രാജ്യത്ത് ഇപ്പം പിന്നെ ഒബ്സർവ്, പിന്നെ ജോർജിയ, നമുക്കറിയാവുന്ന കുറച്ചൊക്കെ കാണുകയുള്ളൂ. ഇലിനോസ്, വാഷിങ്ടൺ, മിസിസിപ്പി, ഇതൊക്കെ വിവിധ രാജ്യം. ഈ ഓരോ സ്റ്റേറ്റിനും ഓരോ ക്വാർട്ടർ കോയിനാണ്. ക്വാർട്ടർ കോയിൻ ആ സ്റ്റേറ്റ് ഇന്ത്യ. അപ്പം ഈ ആ സ്റ്റേറ്റിൽ എവിടെയും പോവും. ഇപ്പം ജോർജിയയുടെ ആ സ്റ്റേറ്റാണ് ആ ക്വാർട്ടർ കോയിൻ ഇറക്കുന്നത്. അപ്പോൾ ആ കോയിനുകളുടെ ഒരു കളക്ഷനാണിത്. 50 കോയിൻ്റെയും കളക്ഷൻ, 50 കോയിനും ഇതിനകത്തുണ്ട്. 50 കോയിൻ, ഒരെണ്ണം മാത്രം പിന്നെ ഒഹായോ എന്നുള്ള കോയിൻ്റെ സാധനം എൻ്റെ ഇരിപ്പുണ്ട്. അത് വേറെ ഇരിക്കുന്നത്. ഒരാൾ എനിക്ക് UNC സെറ്റായിട്ട് അയച്ചു തന്നു. അതുകൊണ്ട് അതിനകത്ത് നിന്ന് എടുത്തില്ല, വേറെ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. UNC സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കോയിൻ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ഓരോ ചരിത്രങ്ങളായിരിക്കും. അതെ, ഇപ്പം നോർത്ത് ഡെക്കോട്ട, സൗത്ത് ഡെക്കോട്ട, കൊളറാഡോ, വെസ്റ്റ് വെർജീനിയ, അങ്ങനത്തെ ടെക്സാസ്, നമുക്ക് അറിയാവുന്ന കാലിഫോർണിയയും ഇതൊക്കെ അറിയത്തുള്ളൂ. അങ്ങനത്തെ 50 സ്റ്റേറ്റ് നമ്മൾ അറിയണമെന്നില്ല. എങ്കിൽ പോലും നാണയം ശേഖരിക്കുന്നവർ അറിയണം ഏതൊക്കെയാണ് നാണയം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒഹായോയുടെ കോയിൻ എൻ്റെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒഹായോയുടെ ഒരു കോയിൻ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. അവൻ $10 കൊടുത്ത് ആ കോയിൻ മേടിച്ചു. എന്നിട്ട് എനിക്ക് പിന്നെ $100 മുക്കി ഇങ്ങോട്ട് അയച്ചു തന്നു. പക്ഷേ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു കോയിൻ വിദേശത്തുനിന്ന് വരാൻ പാടില്ല. അങ്ങനെ ഇത് പിന്നെ കസ്റ്റംസ് നിയമമുണ്ട്. കോയിൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ പാടില്ല. അത് കുറ്റകരമാണ്. അവസാനം 3500 രൂപ ഫൈൻ അടിച്ച് എനിക്ക് ആ കോയിൻ തിരിച്ചു കിട്ടി. അങ്ങനെ ആ കോയിൻ ഇവിടെ വന്നപ്പോൾ ഏകദേശം 14,000 രൂപ വിലയായി. ഒരു ക്വാർട്ടർ, അത് വെറും ഒരു ക്വാർട്ടർ കോയിനാണ്. ഇവിടെ ഉണ്ട്, എനിക്കുണ്ട് ആ സാധനം. ഒഹായോയുടെ UNC കോയിൻ എന്ന് പറയുന്ന സാധനം. UNC കോയിൻ ഇതാണ്, UNC ആണ്. അതുകൊണ്ടാണ് ഇത് എടുത്തിങ്ങനെ പൊട്ടിച്ച് ഇവിടെ വെക്കാത്തത്. ഇത്രയും വിലയുള്ള സാധനമാണ്. ഇതാണ് വന്ന് ഈ ഒരു കോയിൻ വന്നപ്പോഴാണ് 14,000. പിന്നെ നമ്മുടെ കുഴപ്പമല്ലത്, അതാ ഇന്ത്യ ഒരു ഫോർമാലിറ്റി മാത്രമേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കറൻസിയും കൂടെ കാണിക്കാം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. 2022 ഖത്തർ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നു. അപ്പം ഖത്തർ ഗവൺമെൻറ് അത് ഓർമ്മിക്കാനായിട്ട് 2022 നടന്നതുകൊണ്ട് 22 റിയാലിൻ്റെ ഒരു നോട്ട് ഇറക്കി. 22 റിയാലിൻ്റെ ലീഗൽ ടെൻഡറാണ്. 6 ലക്ഷം നോട്ടേ ആകെ ഇറക്കിയിട്ടുള്ളൂ. ഇന്ത്യ അറിയാമല്ലോ, ഇഷ്ടംപോലെ ജനങ്ങളുള്ളതാണ്. ഫുട്ബോൾ പ്രേമികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് ഒരു നോട്ട് എനിക്ക് കിട്ടി. അതാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് കോയിനെ പറ്റി. അല്ല, ഇതിലൊരു വരുമാനം കിട്ടാൻ മാർഗമൊന്നുമില്ലല്ലോ. എന്താ മാർഗമുള്ളത്? വരുമാനം ഓപ്ഷൻ നടത്താം. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹിച്ചൊരു സാധനം നമ്മൾ മേടിച്ചാൽ നമ്മൾ
കൊടുക്കും, 2 എണ്ണം ഉണ്ടെങ്കിലും കൊടുക്കുകയില്ല. അതാണ് അതിൻ്റെ സത്യം. തരുവാണെങ്കിൽ ഇതിനൊക്കെ വിലയുള്ള സാധനം തരുവാണെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തേച്ച് വേലിയിൽ ഇതുണ്ട് അത് തരുവാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയും. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. വിലയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇപ്പം ഞാനിത് വളരെ ക്രേസായിട്ട് കളക്ട് ചെയ്തു. എൻ്റെ മരണശേഷം എൻ്റെ പിള്ളേരുടെ ഇത് വന്നു. പിള്ളേർ ഇത് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല. അവരെ സംബന്ധിച്ചോളം അവർക്കിത് ആൻസിസ്റ്ററായിട്ട് കിട്ടിയ ഡിഗ്രി ആയിട്ട് നമുക്ക് അവൻ്റെ അവകാശം അറിയത്തില്ലായിരിക്കും. ഒരാൾ വന്ന് ചോദിച്ചു ഈ കോയിൻ എല്ലാം കൂടെ ഒരു 50,000 രൂപയ്ക്ക് തന്നേക്കാവുന്നു. എന്നാ ശരി, 50,000 കിട്ടും, കൊടുത്തേക്കാവുന്നു. അധ്വാനോ ഒന്നും അന്ന് യഥാർത്ഥത്തിൽ ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കോയിൻസിന്റെ ഒരു ഏറ്റവും വലിയ പ്രഭവം ആക്രിക്കടയാണ്. അത് ഞാൻ പറയാം. ആക്രിക്കടയിലെ കോയിൻ കൊടുക്കും. അവിടെ ഞങ്ങൾ പോയി ഈ സാധനം തപ്പിയെടുക്കും. ഇപ്പൊ എരുമേലി ഈ മുസ്ലിം പള്ളിയിൽ ഇഷ്ടംപോലെ നാണയങ്ങൾ, വിദേശ നാണയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പോയി തപ്പിയാന്ന് പറഞ്ഞാൽ ചാക്ക് കണക്കിനാണ് കിടക്കുന്നത്. അവർക്കറിയാം ഇതിൽ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പഴയ വീടുകൾ പൊളിക്കുമ്പോൾ തീർച്ചയായിട്ടും പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് കട്ട്ലയുടെ അടിയിലൊരു കൊയിൻ വെക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ കുരിശും കൊയിനും കൂടെ വെക്കുന്നത് എല്ലാവരും വെക്കുന്ന ഒരു സമയമാണ്. ഒരു വിശ്വാസം തീർച്ചയായിട്ടും പൊളിക്കുമ്പോൾ അത് കാണുമല്ലോ. കൊയിനാകുമ്പോൾ നഷ്ടപ്പെടുകയില്ല. അപ്പൊ പൊളിക്കുന്നതോട് പറയും അത് നോക്കിക്കോണം, കിട്ടുവാണെങ്കിൽ തന്നേക്കണോ. അവനെ സംബന്ധിച്ചോളം യാതൊരു ഉപകാരമില്ല. നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പിന്നെ അന്നത്തെ കാലത്ത് ഈ സേഫും പെട്ടിയും ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ഉത്തരത്തിന്റെ മണ്ടയിലും അവിടെയൊക്കെയാണ് ഈ ചക്രവും ഒക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെയൊക്കെ ചിലപ്പോൾ പൊടിക്കുമ്പോൾ ചിലപ്പോൾ താഴോട്ട് വീഴും. അതൊക്കെ അന്ന് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം, എടുത്തോ പോക്കറ്റിലിട്ടാൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് 25 വർഷമായ ക്രേസ് ആണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഗാന്ധിജി എന്നൊരു തീം നമ്മൾ എടുത്തിട്ട് ഗാന്ധിജിയെ പറ്റി ഉള്ള സ്റ്റാമ്പുകൾ, പിന്നെ വിദേശ രാജ്യങ്ങൾ ഗാന്ധിജിയെ പറ്റി ഇറക്കിയത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഗാന്ധിജിയുടെ നമ്മൾ കാണുന്ന ഗാന്ധിജിയുടെ ഒരു സ്റ്റാമ്പാണ്. ഗാന്ധിജിയെ പറ്റി ഇഷ്ടം പോലെ കവറുകൾ, ഇഷ്ടം പോലെ, അതായത് ഒരു ബുക്ക് തന്നെ ഉണ്ട്. അതായത് കളക്റ്റബിൾസ് ഓഫ് ഗാന്ധിജി എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയാണ്. അത് 125 രാജ്യങ്ങൾ ഗാന്ധിജിയെ പറ്റി സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. 8 രാജ്യങ്ങൾ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഗാന്ധിജിയെ പറ്റി. ഗാന്ധിജിയുടെ പടം വെച്ചുകൊണ്ട് 8 രാജ്യങ്ങൾ നാണയം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചൊരു വേറെ ആരും ഒരു മനുഷ്യൻ പോലും. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിജിയെ ഇന്ന് എല്ലാവരും മറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഗാന്ധിജിയെ. ഇപ്പൊ നമുക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ 2000 നോട്ടൊക്കെയാണ് ഇത്. വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഈ ഇതുണ്ടോ കോയിൻസ് ഇറക്കിയിട്ടുണ്ട്. ഇതുണ്ട് ഗാന്ധിജിയുടെ ചിത്രമുള്ള കോയിൻ നാണയങ്ങൾ. അവരുടെ സർക്കുലേഷൻ ഇത് പറയാം. സൗത്ത് ആഫ്രിക്ക കൊടിയുടെ പടമുള്ള കോയിൻ UK ഇറക്കിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ. സമോവ ഐലൻഡ് ഇറക്കിയിട്ടുണ്ട്. സീഷെയിൽസ് ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിലുള്ള ഒരാളുടെ പടം വെച്ച് വേറൊരു രാജ്യം കോയിൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാവായത്. അതുപോലെ നോട്ടുകൾ, ഇതുമാത്രം സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ 10 വർഷമാണ് ഞാൻ കൊടുക്കുന്നത്. 125 രാജ്യങ്ങൾ. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതെല്ലാം കിട്ടുന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ സ്റ്റാമ്പിന് വലിയ വിലയൊന്നും കൊടുക്കണ്ട, കിട്ടും. പക്ഷെ വിദേശ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾക്കൊക്കെ നല്ല വില കൊടുക്കണം. അത് ഓപ്ഷനിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ കളക്ടർ ബസാർ അങ്ങനെയുള്ള ഇതുണ്ട്. ഇപ്പം ഈ പോസ്റ്റ് ഓഫീസ് സംവിധാനമുണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് അവിടെ ഈ ഇറക്കുന്ന സുവീനിയറുകൾ, മിനിയേച്ചർ ഷീറ്റുകൾ, ഫുൾ ഷീറ്റുകൾ, ഇതെല്ലാം നമ്മൾ ഓപ്ഷൻ ചെയ്യുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പൊ ക്രേസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം പറയുന്നു, എന്നേക്കാൾ കൂടുതൽ കാശ് മുടക്കുന്നവരും മേടിക്കുന്നവരും വേറെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമ്പോൾ മാത്രമേ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ കോയിൻസ് എല്ലാം കൂടെ
റാന്നി സെന്റ് തോമസ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി അത് അവരത് പ്രദർശിപ്പിച്ചു തിരിച്ചു കൊണ്ടുവന്നു. വിഷമിച്ചാരും കൊടുത്തു വിടുന്നത് തീർച്ചയായിട്ടും അത് തിരിച്ച് കിട്ടുന്ന പറയാൻ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും പിന്നെ എത്ര നാളത്തെ അധ്വാനം നഷ്ടപ്പെടുക പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിച്ച് വരുന്ന എപ്പിസോഡുകൾ കൂടുതൽ പരിചയപ്പെടുത്താം അല്ലേ? വരുന്ന എപ്പിസോഡുകൾ നമ്മൾ ഇന്ന് നമ്മൾ സി പി മാത്തൻ്റെ നാണയങ്ങളെ പറ്റി മാത്രമാണ് നമ്മൾ ഒരു ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇനി സ്റ്റാമ്പുകളെ പറ്റി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ കാണുന്ന വ്യൂവേഴ്സിന് പറയാനുള്ളത്, നിങ്ങളൊരു നാണയം കാണുമ്പോൾ ചുമ്മാ അതെങ്കിലും ഒന്ന് എടുത്ത് തിരിച്ചു നോക്കുക, ഏത് വർഷമാണെന്നെങ്കിലും നോക്കുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ നാണയത്തോട് സ്നേഹം വരുന്നത്. ചിലപ്പോൾ ആരുടെയെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ പടമായിരിക്കും, ചിലപ്പോൾ നെഹ്റുവിൻ്റെ പടമായിരിക്കും, ചിലപ്പം നമുക്ക് അറിയാൻ മേലാത്തൊരാളുടെ പടമായിരിക്കും. അപ്പോൾ ആ പടം ആരാണെന്ന് നോക്കുക. അതിനെപ്പറ്റി ഒന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഇത് അറിയാനായിട്ട് ഗൂഗിൾ ലെൻസ്, ഇതൊക്കെ ചുമ്മാ ഗൂഗിൾ ലെൻസിലോട്ട് അടിച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറേ സെർച്ച് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു. അപ്പോൾ അന്നേരം നമുക്കൊരു തൃപ്തി നമുക്ക് കിട്ടും. ആ ഒരു ആനന്ദം നിങ്ങളും അനുഭവിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ അഭിമുഖം ഇവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പഴയ നാണയങ്ങൾ, അത് എത്ര പഴയതാണേലും ഇവിടെ നമ്മുടെ സി പി മാത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നാണയങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.